അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേർ പല മുറാദുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തുഷ്ട സമാധാന ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സുള്ള ജീവിതം നീ നൽകു റബ്ബേ. അല്ലാഹുവേ, എല്ലാവരുടെയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി അവരുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സന്തോഷവുമുള്ള ജീവിതം നീ നൽകു റബ്ബേ. നമുക്കൊക്കെയും വേണ്ടപ്പെട്ടവർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം നല്ല റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമലിനെ കുറിച്ചാണ്. അതായത് ഒരു ചെറിയ ദിക്റാണ്. ഈ ദിക്റ് ചൊല്ലിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ദിക്റാണ് ഈ ദിക്റ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ അഫ്ളലായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസിൽ കാണാം. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹൈറായ ഏറ്റവും അഫ്ളലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദിവസമാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത്. മാത്രമല്ല, ഈ ലോകം അവസാനിക്കുന്നത്, ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതും ഇനി ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാനുള്ളതും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസമെന്ന്. അപ്പോൾ ദിവസങ്ങളിലെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ്, അഫ്ളലായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട്. പക്ഷേ അത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഏത് സമയമാണെന്ന്. അപ്പോൾ മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും ദുആ അധികരിപ്പിക്കുക. ഒരാൾ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും അമൽ ചെയ്താൽ മറ്റുള്ള ദിവസങ്ങളിൽ അവന് കിട്ടുന്ന കൂലിയേക്കാൾ ഇരട്ടി കൂലി അവനക്ക് അല്ലാഹു വെള്ളിയാഴ്ച ദിവസം കൊടുക്കും അമൽ ചെയ്താൽ. പക്ഷേ അതൊന്നും പല ആളുകളും വെള്ളിയാഴ്ച ദിവസം അമൽ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറില്ല. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു 5 മിനിറ്റ് മാറ്റിവെച്ചാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പ്, സുബ്ഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബ്ഹി ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പ് ഈ ദിക്റ് ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇത് ചെറിയ ഒരു ദിക്റാണ്, നമുക്ക് സിമ്പിളായിട്ട് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്. ഈ ദിക്റ് ആരെങ്കിലും 3 പ്രാവശ്യം ചൊല്ലിയാൽ, സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പ് 3 പ്രാവശ്യം ഈ ദിക്റ് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തിൽ എത്രയധികം ചെറിയ ദോഷങ്ങൾ സംഭവിച്ചാലും അത് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് 3 പ്രാവശ്യം ചൊല്ലാൻ ഒരു 5 മിനിറ്റൊന്നും വേണ്ട. ഒരു ചെറിയ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ
ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലദീ എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ വേറെ ഇലാഹില്ല, അവന് മാത്രമാണ് എൻ്റെ ഇലാഹ്, എൻ്റെ റബ്ബ്. അൽ ഹയ്യു അവൻ ജീവനുള്ളവനാണ്, അവൻ ജീവിക്കുന്നവനാണ്. അൽ ഖയ്യൂം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. വ അതൂബു ഇലൈഹി അവനോട് ഞാൻ തൗബ ചോദിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊരു ചെറിയ ദിക്റാണ്. ഇത് നമുക്ക് 3 പ്രാവശ്യം ചൊല്ലാൻ കുറഞ്ഞ സമയം മതി. ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ചൊല്ലുക 3 പ്രാവശ്യം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും സുബ്ഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഇത് 3 പ്രാവശ്യം ചൊല്ലുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതുപോലെയുള്ള ധാരാളം വഴികൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളം ദിക്റുകളും ദുആകളും സലാത്തുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നാം ചൊല്ലണം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ഇതിനു വേണ്ടി ഒരു ചെറിയ സമയം നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് പേർ കമൻറ്റിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും, അതുപോലെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും, താമസിക്കാൻ സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും, മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടും, അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും, ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടെ പരീക്ഷയിൽ പാസ്സായി നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും, ഒരുപാട് ആളുകൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.